ഗായ്സ് അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമ്മൾ ഇനി വീട്ടിൽ പോവാട്ടോ. അപ്പോൾ ഒരു ഡൈമ ലൈഫിൻ്റെ വീഡിയോ തന്നെയാണ്. ഇനി അങ്ങോട്ട് ഡൈമ ലൈഫിൻ്റെ വീഡിയോ തന്നെ ആയിരിക്കട്ടെ അധികം ഉണ്ടാവുക. പക്ഷേ നമ്മൾ വെറൈറ്റി ഒക്കെ വരാൻ കൊണ്ടുവരാൻ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക കേട്ടോ. നല്ല നല്ല കമൻറ്റ്സ് ഒക്കെ ഇടുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇക്ക പോയിട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ലൈവ് കുറച്ച് നേരത്തെ എടുത്തിരുന്നു. അപ്പോൾ ഞാൻ വേഗം കുളിച്ചുങ്ങാണ്ട് വീട്ടിൽ പോയതിട്ട്, കാരണം അവിടെ കുളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, അവിടെ തന്നെ ശീലമായതുകൊണ്ടേ. ഓക്കെ, അപ്പോൾ ഞാൻ വാതിലൊന്ന് കൂട്ടട്ടെ കേട്ടോ. കുഴപ്പത്ത മാറുന്നുണ്ട്. നമുക്ക് വീട്ടിൽ പോവാം കേട്ടോ. എന്തൊക്കെ സുഖല്ലേ? അസ്സലാമു അലൈക്കും. ആന കാട്ടുന്നില്ല. അപ്പൊ നമ്മള് വീട്ടിലെത്തിട്ടാ. ഇന്നിപ്പി അവിടെ ഇരിക്കണ്ട സിറ്റ് ഔട്ടില്. അപ്പൊ നമ്മളെന്താ നമുക്ക് കൂണ് വെത്തിയത് ഉമ്മച്ചി ഫസ്റ്റ് ആ കൂണിൽ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം കണ്ടേ കളി കിട്ടി. എന്തിനാന്നറിയാം, വെള്ളമൊക്കെ അതാ ഉമ്മച്ചി പിന്നെ വെള്ളം ഇനി വെള്ളം വയ്ക്കാൻ പോവുകയാണ്. വീഡിയോ കണ്ടിട്ടുണ്ടാവേ ഇല്ല, കണ്ടിട്ടില്ല. വീഡിയോ എല്ലാം ലൈക്ക് അടിച്ചില്ലേ? ഞങ്ങൾക്ക് വീടാൻ വയ്ക്കണേ. അപ്പോൾ മുത്തുമണികളെ, ഞാൻ വെണ്ടക്ക മുളകിട്ട കറി വെക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ. പിന്നെ കോവക്ക ഉപ്പേരി വെക്കാനുണ്ട്. പിന്നെ അതുപോലെ നിലത്തെ കൂന് കിട്ടിയില്ലേ, അതും വെക്കാനുണ്ട് കേട്ടോ. പിന്നെ ചോറ് രാവിലെ തന്നെ ഉപ്പ വെച്ചിട്ടുണ്ട്. പിന്നെ അടിച്ചോരി തുടക്കാണ്ട്, അലക്കാണ്ട്. അതിനിടയിൽ അവിടെ നിറച്ച് ഉറുമ്പ് കേട്ടോ. അതാട്ടെ അവിടെ അടിച്ചോരിയത്, നല്ല കടിക്കണ ഉറുമ്പുണ്ടായിരുന്നു. പിന്നെ വാഷിംഗ് മെഷീൻ എനിക്ക് ഉപയോഗിക്കാൻ അറിയില്ലായിരുന്നു. അപ്പോൾ അത് ഉമ്മ കാണിച്ചു തന്നു കേട്ടോ. ഉമ്മ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്നിട്ടൊന്ന് കാണിച്ചു തരും എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ വെണ്ടക്ക വറുത്തിട്ടാട്ടോ കറി വെക്കണത്. കറി മുളക് കറി കേട്ടോ. വെണ്ടക്ക വറക്കണം എന്താ വെച്ചാൽ അതിൻ്റെ ആ ഒരു കൊഴുപ്പ് പോകാൻ വേണ്ടിയിട്ടാട്ടോ. ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞു കൂന് കറി ഉണ്ടാക്കുമ്പോൾ കാണിക്കാൻ. അപ്പോൾ ഞാൻ അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം ചതച്ച് അതും. ഇതിലേക്ക് എല്ലാ പൊടികളും ഇട്ടു കേട്ടോ. മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, ബിരിയാണി മസാല ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനിതിലോട്ട് ഗരം മസാല ഇല്ലാതുകൊണ്ടാണ് ബിരിയാണി മസാല ഇട്ടത്. അപ്പോൾ കൂന് ഇവിടെ ഇന്നലെ ഉമ്മ നന്നാക്കി വെച്ചാട്ടോ. അപ്പോൾ ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി വെച്ചാണ്.
അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളറെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു കറ പോലെ സംഭവം ഇളകിയതാട്ടോ. നല്ലോണം കഴുകണം കേട്ടോ. കൂനൊക്കെ നല്ല ക്ലീൻ ചെയ്തിട്ട് നല്ലോണം കഴുകണം. പിന്നെ ഇതിനിടയിൽ ഞാൻ വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അലക്കാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ തറ തുടക്കണം. കുറച്ച് പണികൾ തന്നെ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞു. അപ്പോൾ കൂന് കറിയിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കണുള്ളൂ കേട്ടോ. ചെറുതായിട്ടൊരു കട്ടി പോലെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അധികം വെള്ളം ഒഴിക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാട്ടോ വെച്ചത്. കൂനുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സെറ്റായിട്ടുണ്ട് കൂനുകറി, അടിപൊളിയായിട്ടുണ്ട്. ഇനി അടുത്തത് കോവക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണം. അപ്പോൾ അതിന് കോവക്ക ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കറ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്കൊരു പച്ചമുളക്, ഒരു ഉള്ളി, പിന്നെ തക്കാളി ഇടൂല. അങ്ങനെ കോവക്കപ്പേരൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിന് ചീഞ്ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തുടക്കാൻ വേണ്ടി നിന്നു. ആകെ 2-3 റൂമുണ്ട് കേട്ടോ ഗൈസ്. ഒരുപാട് റൂമൊന്നുമില്ല. അപ്പോൾ ഉമ്മാക്ക് വയ്യാത്തതുകൊണ്ട് മാത്രം കേട്ടോ ഞാൻ ഇപ്പം അങ്ങോട്ട് പോകണേ. കാരണം അവിടെ ഇപ്പം അനിയന് മാത്രമല്ല. അനിയൻ ജോലിക്ക് കൊടുക്കും. പിന്നെ ഇപ്പം രാവിലെ ജോലിക്ക് പോകും. പിന്നെ പണിയുണ്ട് വരും. അത്രയാണ് കേട്ടോ. പിന്നെ അമ്മ ഒറ്റക്കല്ലേ. അപ്പോൾ ഞാൻ പണികൾ ഒരുങ്ങിയിട്ട് വേഗം തിരിച്ചും തന്നെ വരും കേട്ടോ. കാരണം അവിടെ നിന്ന് പോയി വന്നിട്ട് വേണം എനിക്ക് ഇവിടെ കുറച്ച് ചെറിയ പണികൾ പെൻഡിങ് ആക്കിയിട്ട് പോകട്ടോ. ഇവിടെ വലിയ പണിയൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ചെയ്യുക. പിന്നെ ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് നല്ല വെയിലേനു. അപ്പോൾ ഞാൻ ഉച്ചയായപ്പോൾ തന്നെ 2:15 ആയപ്പോൾ അങ്ങോട്ട് തിരിച്ച് പോന്നു കേട്ടോ. 2:15 ആയപ്പോൾ തിരിച്ച് പോന്നു. എന്താ വെച്ചാൽ നല്ല വെയിലേനു. അപ്പോൾ ഡ്രസ്സുകളൊക്കെ ഒന്ന് വെയിലത്തിടാൻ വേണ്ടിയിട്ട് ഞാൻ തിരിച്ച് പോന്നു കേട്ടോ. തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. തുടക്കലൊക്കെ കഴിഞ്ഞു. റൂമിലും ഫുഡ് ഉണ്ടാക്കലും തുടക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഞാനിതാ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണികൾ വെച്ചില്ല. അതൊന്നും ഞാൻ കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനി നല്ല വെള്ളം ഒഴിച്ചിട്ട് വന്ന് എന്താ പറയുക, നല്ല വെള്ളം ഒഴിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് പിന്നെ ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്നും ചെയ്യട്ടെ. ഒരു വെള്ളം ഒഴിക്കട്ടെ കേട്ടോ.
അപ്പോൾ ഗൈസ് ഞാൻ വിശന്നപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാട്ടോ 1 മണിയായിട്ടോ ഫുഡ് കഴിക്കാൻ നേരം ആയപ്പോഴത്തേന് 1 മണിയായി. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കണം കുട്ടികൾക്ക് കൊടുത്തു ഒരുക്കി ഞാൻ പോവാട്ടോ ഫുഡ് കഴിക്കണേ. ഞാനിപ്പോൾ നല്ല വെയിലുണ്ട്. ഞാൻ പോയിട്ട് തുണികളൊക്കെ ഇനി പുറത്തിടണം. ഓക്കെ, അപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞു. അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ ടൈം ലൈഫ്. ഓക്കെ, അപ്പോൾ ഞാനും നമ്മൾ മോന് കുറച്ച് കഴിഞ്ഞിട്ട് വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇൻഷാ അല്ലാ നാളെ വീണ്ടും കാണാം. എന്റെ അമ്മച്ചിന്റെ ബർത്ത്ഡേ എല്ലാവരും വിഷ് ചെയ്യാ. എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാട്ടോ. അപ്പോൾ ബൈ ഗൈസ്.